ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അട ദോശയാണ്. അപ്പോൾ നെയ് റോസ്റ്റ് പോലെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത്. നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഇതിന് ഫെർമെൻറ്റേഷൻ ആവശ്യമില്ല. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ചു മടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓണിൽ വയ്ക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അടദോശയ്ക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. 1 കപ്പ് ഇഡ്ഡലി റൈസ്. പിന്നെ ഞാൻ പയർ 2 ടേബിൾ സ്പൂൺ പയർ, 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വറ്റൽമുളക്. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് കുതിരാനായി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാനായി വയ്ക്കാം. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. നമുക്ക് രാവിലെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മുളക് ഞെട്ട് കളഞ്ഞ് എടുക്കാം. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. തൊലി കളഞ്ഞിട്ട് കഴുകി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇപ്പോൾ ഉള്ളി ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാതിരിക്കാം. കുറച്ച് വെള്ളം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തു. ഇനി നമുക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് അരച്ച് റെഡിയാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഇത് അധികം എരിവില്ലാത്ത ചമ്മന്തിയാണ്. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 ചെറിയ ഉള്ളി, ഒരല്പം പുളി, തീരെ കുറച്ച് മതി,
ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നല്ല വൈറ്റ് തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല വൈറ്റ് ചട്നി ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നി കൂടെ ചെയ്തെടുക്കാം. അതിന് ഞാൻ ഒരു സവാള തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനെ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിനി ദോശ പാൻ അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് തുടയ്ക്കണം. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്ക്ക് പകരം നല്ലെണ്ണ ഇഷ്ടമെന്നുള്ളവർക്ക് നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ അരിയും മറ്റ് ധാന്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 7-8 ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ദോശ നമ്മൾ ചൂടോടെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ നമ്മൾ കല്ലിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള, അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.